ഖനന അഴിമതി കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ ചോദ്യം ചെയ്യൽ അല്പസമയത്തിനകം ഇ.ഡി സംഘം ഹേമന്ത് സോറന്റെ വീട്ടിലെത്തി. പോലീസ് അകമ്പടിയോടെയാണ് ഇ.ഡി സംഘം എത്തിയത്. വിവരങ്ങളുമായി വീണ്ടും ചേരുകയാണ് ബൽറാം നെടുങ്ങാടി. ബൽറാം, ഇ.ഡി സംഘം ഇപ്പോൾ ഹേമന്ത് സോറന്റെ വീട്ടിലെത്തിയെന്ന് മനസ്സിലാക്കുന്നു. ചോദ്യം ചെയ്യൽ ആരംഭിച്ചോ? മറ്റു വിവരങ്ങൾ? ക്രിസ്റ്റീന, അല്പസമയത്തിനകം തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കുമെന്നുള്ളതാണ്. ഇതിനു മുമ്പായുള്ള പ്രാഥമിക നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ഉച്ചയോടെയാണ് ഇ.ഡി സംഘം ഹേമന്ത് സോറന്റെ ഔദ്യോഗിക വസതിയിൽ എത്തിയത്. നേരത്തെ ഇതേ കേസിൽ 7 തവണ ഇ.ഡിക്ക് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് ഇ.ഡി നൽകിയിരുന്നെങ്കിലും ഹേമന്ത് സോറൻ ഹാജരായിരുന്നില്ല. തുടർന്ന് എന്നാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങിയേക്കുമെന്ന സൂചന ലഭിച്ച സാഹചര്യത്തിലാണ് 8ാം തവണ അയച്ച നോട്ടീസിന് താൻ ചോദ്യം ചെയ്യലിന് തയ്യാറാണെന്ന് ഹേമന്ത് സോറൻ മറുപടി നൽകിയത്. വസതിയിൽ തന്നെ എത്തി ചോദ്യം ചെയ്യാൻ ഇ.ഡി സംഘം തീരുമാനിക്കുകയായിരുന്നു. ഒപ്പം തന്നെ ഈ ചോദ്യം ചെയ്യലിനോടനുബന്ധിച്ച് ഈ ഹേമന്ത് സോറന്റെ പാർട്ടിയായ JMM ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. ജനകീയ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് ഇ.ഡി പോലീസിന് നൽകുകയും അതുകൊണ്ട് തന്നെ സുരക്ഷ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ജാർഖണ്ഡിൽ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിലും രാജ്ഭവനിലും ഒപ്പം തന്നെ മറ്റ് പ്രശ്ന സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ശക്തമായ പോലീസ് വിന്യാസം നടത്തിയിട്ടുണ്ട്. ഗോത്ര സംഘടനകൾ രാജ്ഭവന് മുന്നിൽ പ്രതിഷേധത്തെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഖനന അഴിമതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഹേമന്ത് സോറന്റെയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി അടക്കമുള്ളവർക്ക് ഇ.ഡി നോട്ടീസ് നൽകിയിരുന്നു. ഈ ഹേമന്ത് സോറനെ അറസ്റ്റിലേക്ക് നയിച്ചേക്കും എന്ന സാധ്യത, അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. കൂടാതെ ഹേമന്ത് സോറൻ ഇതിനെ നേരിടാൻ തന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയേക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായുള്ള റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് നടക്കുന്ന ചോദ്യം ചെയ്യൽ ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമോ എന്ന കാര്യത്തിൽ ഏറെ നിർണായകമാകും. ക്രിസ്റ്റീന. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.